ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയുള്ള സാധനങ്ങളാണ് എടുത്തു വച്ചിരിക്കുന്നത്. അത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന അതിലേക്ക് ഇടുക. പിന്നീട് ഒരു ഏത്തക്ക എടുത്തിട്ടുണ്ട്, അതും അരിഞ്ഞു വെച്ച് അത് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ചെറുതായി ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ചൊന്ന് വാടിയതിന് ശേഷം വീണ്ടും അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്ക, പിന്നീട് ക്യാരറ്റ്, ബീൻസ്, പടവലങ്ങ എല്ലാം കൂടി ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം പകുതി വെന്തതിന് ശേഷം തുറന്ന് നോക്കുക. പിന്നീട് അതിലേക്ക് മുരിങ്ങക്കായ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി വീണ്ടും അടച്ചു വയ്ക്കുക. പിന്നീട് അതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ കഷ്ണങ്ങൾ വെന്തുടയാൻ വേണ്ടിയിട്ടാണ് തൈര് ചേർക്കുന്നത്. പിന്നീട് ഒന്നുകൂടി വേവിച്ചെടുക്കുക. ഇനി അരപ്പിന് വേണ്ട സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അരച്ച അരപ്പ് എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരയ്ക്കാൻ ആവശ്യമായ തേങ്ങ, ഒരു ചെറിയ ഉള്ളി, 2-3 പച്ചമുളക്, കുറച്ച് ജീരകം, ഇത്രയാണ് അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ. അതെല്ലാം കൂടി ഒന്ന് ഉടച്ച്, തേങ്ങ അധികം അരയരുത്, എല്ലാം കൂടെ ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി പരുവത്തിനിട്ട ശേഷം നല്ലതുപോലെ ഇളക്കി എടുക്കുക. അവിയലിപ്പം നല്ല രീതിയിൽ വെന്ത് നല്ല പരുവായിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂക്കി കൊടുക്കുക. പിന്നീട് വീണ്ടും ഒന്ന് ഇളക്കി റെഡിയാക്കി. ഇപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക.